ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ നമുക്ക് കണ്ടാലോ? മക്കളെ നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ടില്ലേ? പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഉഷാറൊക്കെ പോയി ട്ടോ. വേറെ ഒന്നുമില്ല, പെരുന്നാൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ വീഡിയോ എടുക്കാനുള്ള അതൊക്കെ പോയി. ആ വീഡിയോയ്ക്ക് എടുക്കണമെന്നൊരു ചിന്തയുണ്ടായിരുന്നില്ല. വീട്ടിൽ പോയി ഇപ്പോൾ ഒരാഴ്ചയായി വന്നു. അപ്പോൾ ഇന്നലെയാണ് വന്നത് ട്ടോ. അപ്പോൾ ഇന്നലെ വരുമ്പോൾ ഉമ്മ എന്തായാലും കുറച്ച് നല്ല റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നാമത് വീഡിയോ ഇടാത്തത് വേറെ ഒന്നുമല്ല. കാര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ളൊരു മൂഡൊന്നും വീട്ടിൽ പോയാൽ ഉണ്ടാവില്ല നമുക്ക്. മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ പോയാൽ എന്താണെന്നറിയാലോ. നമുക്ക് എത്ര ഇതായാലും നമ്മുടെ വീട്ടിൽ പോയാൽ നമുക്കൊരു മടി വരില്ലേ? അങ്ങനെ ഒരു മടി പിടിച്ചു. ആ മടി പിടിച്ചപ്പോഴാണ് വീഡിയോ അവിടെ സ്റ്റോപ്പായത് കേട്ടോ. അപ്പം ഉമ്മ നന്നായി കായച്ചാറൊക്കെ വെക്കുന്നുണ്ട്. നല്ലൊരു തേങ്ങാച്ചോറും ചിക്കൻ വരട്ടിയതും കായച്ചാറും തൈരും അച്ചാറും അതാണ് നമ്മുടെ റെസിപ്പി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. ഇന്നലെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചിങ്ങോട്ട് വന്നു, രാത്രി വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. കായച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഡീറ്റെയിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്താ നിങ്ങളുടെയൊക്കെ വർത്തമാനങ്ങളൊക്കെ പറയൂ. കുറേ ദിവസമായില്ലേ നമ്മളൊക്കെ കണ്ടിട്ട്. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരുടെയും. കായച്ചാറ് ഇപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഉലുവ, കടുക്, ജീരകമൊക്കെ പൊട്ടിച്ച് വെളിയുള്ളി, പിന്നെ കഷ്ണങ്ങൾ, പിന്നെ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൽ ചിക്കൻ്റെ പാർട്സ് ഒന്നും ഇട്ടില്ല കേട്ടോ. നോർമലായിട്ടുള്ളൊരു കായച്ചാറാണ്. അപ്പം അത് അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കറിയാലോ, ഒന്നാമത് വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാത്ത വേറെ ഒന്നുമല്ല. നമ്മുടെ മെയിൻ ഹോബി എന്താ? വീട്ടിൽ പോയാൽ കഴിക്കുക, ഉറങ്ങുക, ഇരിക്കുക, അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഫുഡ് ഉണ്ടാക്കലും അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മുടെ വീട്ടിൽ പോയി ഉണ്ടായില്ലല്ലോ. നമുക്ക് എവിടുന്നാ മടി വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ, അറിയില്ലല്ലോ അല്ലേ. വീട്ടിൽ പോയി അങ്ങനെയല്ലേ. പിന്നെ അതാ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ച പരിപ്പും തേങ്ങയും കൂടി കൂട്ടി. എൻ്റെ വീട്ടിൽ ബാക്കിൽ തൊടി കണ്ടോ, നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. നിറച്ച് മാങ്ങയാണ് കേട്ടോ. മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ വീട്ടിൽ പോയി പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കലാക്കുമല്ലോ. അങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് അടിപൊളി കായച്ചാറ് ഇതാകുമ്പോൾ വെച്ചു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഉമ്മ പിന്നെ എന്ത് വെച്ചാലും ഞാൻ പുകഴ്ത്തി പറയുന്നില്ല, നന്നായിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉമ്മ പിന്നെ നമുക്ക് തേങ്ങാച്ചോറ് വെക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് തേങ്ങാച്ചോറോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. കാരണം എനിക്കത് വലിയ താല്പര്യക്കുറവ്. ഞങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യമില്ല. പക്ഷെ ഉമ്മാക്കും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം എന്തായാലും എപ്പോഴും ഇപ്പോൾ നെയ്ച്ചോറും ബിരിയാണി ഇതൊക്കെ അല്ലേ. അപ്പം ഉമ്മ ചിക്കൻ മേടിച്ചപ്പം എന്നാൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം എന്നാൽ ശരി ഉമ്മ ഉണ്ടാക്കിക്കോളിയും പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ അതിന് നിന്നു കേട്ടോ. നമ്മുടെ കായച്ചാറ് അവിടുത്തെ ഒന്നുകൂടി തിളച്ച മല്ലിയിലയും കൂടി ഇട്ട് അത് സെറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മ തേങ്ങാച്ചോറ് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. പിന്നെ സെറ്റായിട്ട് ഉമ്മ അതിൻ്റെ ഉപ്പും ഒക്കെ നോക്കി അത് ഇറക്കി വെച്ചു. പിന്നെ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ, തക്കാളി, പട്ട, കറാമ്പൂ, ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ടോന്നു, ഉലുവ, പിന്നെ തക്കാളി, വലിയുള്ളി, പച്ചമുളക്, അതൊക്കെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. പിന്നെ അത് നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേണ്ട വെള്ളം ഒഴിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. പിന്നെ അതിലേക്ക് പട്ട കറാമ്പിൻ്റെ പൊടി ഇടുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത്, ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ട് നമ്മുടെ സാധാ അരിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക്. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വെക്കുക. എൻ്റെ അമ്മ ഇങ്ങനെയായിട്ട് വെക്കല്. പക്ഷേ ഇത് ഏതാ രീതിയിൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഉമ്മാൻ്റെ ഉണ്ടാക്കണ അങ്ങനെ നോക്കി നിന്നു. പിന്നെ വലിയ ജീരകവും പട്ട കറാമ്പിൻ്റെ പൊടിയും അതിലിട്ടു കേട്ടോ. പിന്നെ അതൊന്ന് ഇതായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇടുന്നുണ്ട്. പിന്നെ നന്നായി തിളയ്ക്കുമ്പോൾ നമ്മുടെ റൈസ് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. സാധാ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് ഇടുക. മറ്റേ നമ്മൾ സാധാ ചോറ് വയ്ക്കില്ല അരിയാണ് കേട്ടോ. അത് ബിരിയാണി അരി കൊണ്ട് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ മിക്കവാറും ഇങ്ങനത്തേലും ഉണ്ടാക്കുക പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും അപ്പുറത്ത് കുക്കർ വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുക്കണുള്ളൂ കേട്ടോ. എൻ്റെ കുക്കിംഗ് ഇതിലില്ല. കാരണം ഉമ്മ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഒരു കൈ മാറി അപ്പുറത്ത്, ഒരു കൈ മാറി അപ്പുറത്ത്, അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ ഉമ്മക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ അരിഞ്ഞ് ഒക്കെ പേസ്റ്റൊക്കെ അരച്ച് കൊടുത്ത്, തക്കാളിയൊക്കെ അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കുന്ന ഒരു സഹായം വേണമല്ലോ. അപ്പോൾ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെയാണോ? വീട്ടിൽ പോയാൽ നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ പിന്നെ തക്കാളി അതിലേക്ക് ഉള്ളി ഇടണം കേട്ടോ. ഉള്ളി നല്ല വാട്ടിയിട്ട് തക്കാളി, നമ്മൾ സാധാ ചിക്കൻ്റെ ഗ്രേവി നമ്മൾ ഉണ്ടാക്കില്ല തന്നെ കേട്ടോ. തക്കാളി അപ്പോഴേക്കും അപ്പുറത്തും നല്ല തീ നല്ല കത്തിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അടുപ്പിൽ. വെള്ളം നന്നായി തിളയ്ക്കണം. അതിൻ്റെ വെള്ളം നന്നായി തിളച്ചിട്ട് പിന്നെ നമ്മുടെ ബിരിയാണീൻ്റെ റൈസ് അല്ലല്ലോ, കാരണം പെട്ടെന്ന് വേകാതെ. ചോറ് വയ്ക്കുന്ന അരി ആയതുകൊണ്ട് അത്യാവശ്യം വേവും വേണം. നല്ല വെന്താൽ തന്നെ രസം ഉണ്ടാവുള്ളൂ.
പിന്നെ ഒരു വിധമൊന്നുമല്ല നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയാൽ ഏകദേശം വെള്ളമൊന്നും വറ്റിയാൽ നമ്മൾ വേഗം ദമ്മിടുമല്ലോ. ഇതിലങ്ങനെ പറ്റില്ല. ഇത് ചോറ് വെന്ത ശേഷം മാത്രമേ ദമ്മിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതൊന്ന് ആറി ഒന്നും കൂടി വേകാത്ത പോലെ ഒരു ഇതുണ്ടാവും. അപ്പോൾ പിന്നെ അതാ അതിലേക്കും ശ്രദ്ധിക്കേണ്ട ഇതിലേക്കും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ എന്നോട് നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷം? പെരുന്നാളായിട്ട് എല്ലാവരും വിരുന്ന് പോക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോ? ഇപ്രാവശ്യം അങ്ങനെ എല്ലാവരും അങ്ങനെ പോയിട്ടുണ്ടാവില്ലല്ലോ, കാരണം സ്കൂൾ എക്സാമൊക്കെ അല്ലേ അല്ലേ. എൻ്റെ കുട്ടി അംഗനവാടിയിൽ ആയതുകൊണ്ട് ഞാൻ പോയി ഒരാഴ്ച കണ്ട് ഇരുന്നു കേട്ടോ. ഒരാഴ്ച ഇരുന്നിട്ട് അങ്ങനെ വന്നു. രണ്ടാം പെരുന്നാൾക്ക് ഇവിടെ നിന്ന് പോയി. പിന്നെ ഇതാ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നത്. ഇന്നലെയാണ് വന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോയി വരും. അങ്ങനെ സ്കൂൾ ചേർത്തുന്നവരല്ലേ അങ്ങനെ പോയി ഇരിക്കലൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ഉമ്മ അപ്പുറത്ത് അത് നോക്കാൻ നിന്നപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട്, കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടേക്കല്ലേ, അത് അടിപ്പിടിക്കരുത്. അത് ഇളക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് എന്താണ് ഒന്നിനും പറ്റാണ്ടാവില്ല, കരിഞ്ഞു പോയാൽ. അപ്പം മരിക്കുക അത് ആ വെള്ളം ഒന്ന് ഇതായി വരുമ്പോഴേക്ക് തേങ്ങ കൂട്ടിയിട്ടോ, എന്നിട്ട് അത് അടച്ച് വെച്ചു. അത് അപ്പോഴേക്ക് അടച്ച് വെച്ചപ്പോൾ ഇപ്പുറത്തും അതാ പച്ചമുളക്, ഞാനുണ്ട് ചിക്കൻ കറി വയ്ക്കുമ്പോൾ അതിൽ പച്ചമുളക് ഇടാറില്ല. ഇതിൽ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി വയ്ക്കുമ്പോൾ. അങ്ങനെ അത് അങ്ങോട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഉമ്മ. ഫുട്ടിക്ക് ലെഗ് പീസ് വേണമിട്ട് ലെഗ് പീസൊക്കെ മുറിക്കാണ്ട് കൊണ്ടുവന്നിട്ട് അതൊക്കെ അതിലിടുന്നുണ്ട്. അവൾക്ക് ലെഗ് പീസ് നല്ല ഇഷ്ടമാണ്. നമ്മൾ ചിക്കനൊക്കെ മേടിച്ചപ്പോൾ എനിക്ക് ലെഗ് പീസ് വേണമെന്ന് പ്രത്യേകിച്ച് അവൾ പറയും. അപ്പോൾ പിന്നെ അവൾക്കത് ലെഗ് പീസ് അതങ്ങനെ മുറിക്കാതെ കൊണ്ടുവന്നു. അങ്ങനെ അമ്മ അതായിരിക്കും വേണ്ട പൊടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല അതൊക്കെ ഇട്ടുമ്പോൾ അതവിടെ വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പോഴേക്കും മക് തേങ്ങാച്ചോറും അതിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് സെറ്റാക്കി കുഴമ്പനാക്കി അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഈ തേങ്ങാച്ചോറ് അങ്ങനെ കഴിച്ചിട്ടില്ല, കാരണം നമ്മൾ വെക്കാറില്ലല്ലോ. പള്ളിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വലിയ താല്പര്യമില്ല. ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. എന്താണ് കായ്ച്ചാറും ചിക്കൻ്റെ ഗ്രേവിയും റൈസും ഇതൊക്കെ കൂടി കഴിച്ചപ്പോൾ, തൈരൊക്കെ കൂടി അച്ചാറൊക്കെ കൂടി അങ്ങനെ കഴിച്ചപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ ചിക്കനും അവിടെ റെഡിയാക്കിന് ഒരൊറ്റ വിസിലടിച്ചാൽ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡിയായി കേട്ടോ. അപ്പോഴേക്കും അതാ വെള്ളം ഇവിടെ നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല തിളയ്ക്കണം കേട്ടോ. അതാണോ നന്നായി തിളയ്ക്കണം. ഉമ്മാൻ്റെ ആ തീ കത്തിക്കണതിൽ പവലാണ്ട് ഇങ്ങനെ തിളയ്ക്കുന്നത്, കാരണം വെള്ളം നന്നായി തിളയ്ക്കണം. കാരണം നമ്മളിപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ എങ്ങനെ വെള്ളം നന്നായി തിളയ്ക്കണമല്ലോ. അപ്പോൾ അങ്ങനെ തിളച്ചിട്ട് അതിലേക്ക് അരി ഇടും കേട്ടോ. തീ നന്നായി കത്തുന്നുണ്ട്. ഉമ്മ മിക്കവാറും സകല സാധനങ്ങളും അടുപ്പത്തിലുണ്ടാക്കുള്ളൂ കേട്ടോ. കായ്ച്ചാറായിക്കോട്ടെ അടുപ്പിലുണ്ടാക്കിയത്. ഇതിപ്പോൾ രണ്ടും ഒപ്പമായിക്കോട്ടെ, ഇതിന് കുറച്ച് വേവ് കൂടുതലല്ലേ, സമയം വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചു. ചിലക്ക് കുറച്ച് വെള്ളം അധികമൊന്നും ആയിട്ടില്ല, കാരണം ലാസ്റ്റും കൂടെ ഒഴിക്കാൻ വേണ്ടി കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഈ വെള്ളം ലാസ്റ്റ് ചോറൊന്നും കൂടി തിളയ്ക്കുമ്പോൾ ഒഴിക്കുക പറഞ്ഞിട്ട് അത് മാറ്റി വെക്കുകയാണ്. പിന്നെ അതിലേക്ക് അരിയൊക്കെ കൊട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാധാ അരി തന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ അത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കുതിരാൻ. പിന്നെ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയായി, ചിക്കൻ ഗ്രേവിയായി, കായ്ച്ചാറായി. പിന്നെ നമ്മുടെ അരിയൊക്കെ ഇട്ട് സെറ്റായിട്ട് നമ്മുടെ തേങ്ങാച്ചോറും റെഡിയായി കേട്ടോ. ഉണ്ടോ, അങ്ങനെ തേങ്ങാച്ചോറും അവിടെ ദമ്മിട്ട് റെഡിയാക്കി. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ഉമ്മയും കുട്ടിയും താത്തയൊക്കെ ഉണ്ട്. ഒരു താത്തയുള്ളൂ, ബാക്കി എല്ലാവരും പോയി. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ വൈകുന്നേരം മിക്കവരും എൻ്റെ ഇവിടേക്ക് വരണം. ഇന്നലത്തെ വീഡിയോ കേട്ടത് അങ്ങനെയൊക്കെ പരിപാടി കേട്ടോ. അങ്ങനെയൊക്കെ വന്നു, വൈകുന്നേരത്ത് പാർസലാക്കി എല്ലാം ആക്കി ഇവിടെ എത്തി. നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും ഉണ്ടായില്ല, അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ലഗേജ് കൂടുതലാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാ സാധനവും എടുത്ത് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.